ഒരു സ്ഥലത്തൊരു തീവണ്ടി അപകടം ഉണ്ടായി. തീവണ്ടി പറഞ്ഞ് കുറേ പേര് മരിച്ചു. അപ്പോൾ റെയിൽവേ എന്ത് ചെയ്തു? എൻക്വയറിക്ക് വെച്ചു. മരിച്ചതിൽ ഡ്രൈവർ മരിച്ചില്ലേ ഭാഗ്യത്തിന്. ട്രെയിൻ മറിയാൻ യാതൊരു കാരണവുമില്ല. ട്രെയിൻ ഫിറ്റ്നസ്സിൽ ഓക്കെയാണ്, പാളം ഓക്കെയാണ്, വേറെ തീവ്രവാദി ആക്രമണങ്ങളില്ല, കാലാവസ്ഥാ പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. ട്രെയിൻ മറിഞ്ഞു. എൻജിൻ ഡ്രൈവർ ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ അധികാരികൾ വന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ട്രെയിൻ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ട്രെയിൻ പാളത്തിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയായിരുന്നു. കൊണ്ടുപോകുമ്പോൾ ഒരാളുടെ പാളത്തിന് മുന്നിൽ വന്ന് നിൽക്കണം. മുന്നിൽ വന്നിട്ട് അയാൾ എന്നെ നോക്കിയിട്ട് കുറേ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു, മോങ്ങോണ്ട് ആക്ഷൻ കാണിച്ചു, ധൈര്യം ഉണ്ട് എൻ്റെ മേത്ത് വന്ന് ഇടിക്കേ എന്നൊക്കെ അങ്ങനെ ആക്ഷൻ കാണിച്ചു. അപ്പോൾ അധികാരികൾ ചോദിച്ചു, എന്നാൽ അവൻ്റെ നെഞ്ചത്ത് കൂടെ കയറ്റണ്ടേ? അവൻ്റെ നെഞ്ചത്ത് കൂടെ കയറ്റി പോകണം. അതിന് വേണ്ടിയിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം ആൾക്കാരെ എന്തിനു ബലി കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഞാൻ അതന്നെയാണ് നോക്കിയത്, പക്ഷേ അവൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ അവൻ അപ്പുറത്തെ പറമ്പിലേക്ക് ചാടി. അപ്പോൾ ഞാനെന്ത് ചെയ്തു? അവൻ്റെ നെഞ്ചത്ത് കയറ്റാൻ വേണ്ടി ഞാനും തീവണ്ടി പറമ്പിലേക്ക് എടുത്തു എന്ന്. അപ്പം അങ്ങനെ നമ്മുടെ യാത്രയിൽ, നമ്മുടെ തീവണ്ടി യാത്രയിൽ നമ്മുടെ മിസ്ഗൈഡ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടാവും. പല്ലിടിച്ച് കാണിക്കും, ആക്ഷൻ കാണിക്കും, വെല്ലുവിളിക്കും. നമ്മൾ അവരെ പിന്നാലെ അവരുടെ നെഞ്ചത്തേക്ക് എടുക്കാൻ പോയി നമ്മുടെ യാത്ര തടസ്സപ്പെടുത്തണം. അതാണ് അവരുടെ ലക്ഷ്യം.